Good afternoon, all. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Prayer പറഞ്ഞോ ട്ടോ. Prayer. Dear God, thank you for this bright and joyful morning. Thank you for our loving teacher and our sweet friends. Fill our hearts with kindness, patience, and happiness. Help us learn new things and help one another with care. Bless our classroom with peace, love, and smiles all day. Thank you. Thank you. Sign in പറഞ്ഞോ ട്ടോ. Sign in തുടരെ. Good afternoon, everyone. I welcome our ma'am and my dear friends. Hearty welcome to one and all, and keep learning. Thank you. Thought for the day. Preparation is the key to success. I repeat, preparation is the key to success. Thank you. Thank you. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഏത് പോർഷനാണ് ഡിസ്കസ് ചെയ്തതെന്ന് ഓർമ്മയുണ്ടോ? Socio-emotional development, ma'am. സോഷ്യൽ ഇമോഷണൽ ഡെവലപ്മെന്റ് ചാപ്റ്റർ കംപ്ലീറ്റ് ആയില്ലല്ലോ. ഇല്ല മാം, ഒരു പോർഷനും കൂടെ ഉണ്ട്. റോൾ ഓഫ് ദ ടിപ്സ് ആണോ? അല്ല. യെസ് മാം. അതിന്റെ മുന്നിലത്തെ ആ പീർ ഗ്രൂപ്പ് ഫാക്ടേഴ്സ് that affect socialization. Okay, 1 minute. One minute. PDF ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. കുറച്ച് കഴിയുമ്പോ ശരിയാവും. ഓക്കെ ശരി ശരിയായിട്ടോ. നിങ്ങക്ക് എന്റെ ഇമേജ് ബ്ലർ ആയിട്ട് തോന്നുന്നുണ്ടോ? ഇല്ല മിസ്സേ, ക്ലിയർ ആണ്. ക്ലിയർ ആണ്. ഓക്കെ എനിക്ക് ക്യാമറയിൽ എന്തോ പ്രശ്നം തോന്നുന്നുണ്ടോ? മിസ് ഇന്നൊരു ആക്ടിവിറ്റി പ്രസന്റ് ചെയ്യാണ്ടായിരുന്നു, ബട്ടൺ ഫ്രെയിം. ഓക്കെ, ചെയ്തോ അത്? ചെയ്തിട്ട്. ഓക്കെ, ഓരോ ഫ്രെയിം ആയിട്ടല്ലേ ഓരോ ദിവസം കാണിക്കാൻ പറഞ്ഞത്, അല്ലെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ചാണോ? ഒരു ഫ്രെയിമേ പറഞ്ഞോളൂ, ബട്ടൺ ഫ്രെയിം മാത്രമേ പറഞ്ഞോളൂ. അത് കഴിയുമ്പോ അടുത്ത പറയാന്നാ പറഞ്ഞു. അതെ, എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല അല്ലെ? ഓക്കെ, അപ്പോ ചെയ്തവര് മെസ്സേജ് അയക്കാം. ടെസ്റ്റ് മെസ്സേജ് അയക്കുമ്പോൾ ഞാൻ അവരെ പിൻ ചെയ്യാം കേട്ടോ. ഓക്കെ, ആരൊക്കെ ചെയ്തിട്ടുണ്ട്? ഓക്കെ, മഞ്ജു, രാകേഷ്, ശ്രീ. ഓക്കെ, ശ്രീതി. നമുക്ക് മെസ്സേജ് വന്ന ഓർഡറിൽ എടുക്കാം കേട്ടാ. ശ്രീതി അല്ല, ശ്രീതി. മോൻ മ്യൂട്ട് മാറ്റാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് പിൻ ചെയ്യാൻ പറ്റുമോടാ? ഓക്കെ മാം. നന്നായിട്ടുണ്ട് കേട്ടോ, പെർഫെക്റ്റ് ആയിട്ടുണ്ട്. 1 മിനിറ്റ് പിൻ ചെയ്തിട്ട് എന്നാലും കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടുള്ളൂ. ഇത് കാർഡ്ബോർഡ് ആണോ? ഇത് കാർഡ്ബോർഡ്. സൈഡിലോ പൈപ്പ് പോലെ പോയതോ? ഇത് നമ്മളെ മീഷോന്നൊക്കെ വാങ്ങുന്ന ക്ലോത്തിന്റെ വെയർ ബോർഡ് ഇല്ലേ, അതിന്റെ ഒരു സാധനം ഉണ്ട്, റൗണ്ട്. അത് ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ തന്നെ. വീട്ടിൽ കുട്ടികളുണ്ടോ? കുട്ടികളുണ്ട്. അവരോട് ചെയ്തു, അവരെ കൊണ്ട് ചെയ്യിച്ചു നോക്കിയോ? മോനെ കൊണ്ട് ചോദിച്ചു. മോൻ LKG ആണോ? എങ്ങനെ ഇഷ്ടായോ? നെക്സ്റ്റ് വിനയ.
ഓക്കെ, ഇത് വുഡാണോ? അതെ മാം. ഓക്കേടാ. എന്നിട്ട് തുന്നി വെച്ചിരിക്കണല്ലേ? അത് ബാക്കി ഒന്നും കൂടെ കറക്റ്റ് ചെയ്യാണ്ട്. ഓക്കെ, ക്ലോത്ത് ഓൾറെഡി അതിൽ വെച്ചിട്ട് ഉള്ളിൽ കൂടെ സ്റ്റിച്ച് ചെയ്യുന്നെങ്കിൽ അറിയൂലായിരുന്നു. അങ്ങനല്ലേ? അങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നെങ്കിലേ അതറിയാൻ പറ്റും. ഓക്കെ, ശരി. നന്നായിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടുണ്ട് കേട്ടോ. ഓക്കെ. മിസ് ഞാനൊന്ന് കാണിക്കട്ടെ. ആരാണ്? ഞാൻ അൻഷില്ല. ഞാൻ ഒരു ട്രാവലിംഗിലാണ്. അപ്പൊ എന്റെ കയ്യിൽ ഇപ്പൊ ഉണ്ട്, അത് കാരണം കാണിക്കാണ്. എടുത്ത് കൈ പിടിച്ചോ? ഞാൻ ഓട്ടോറിക്ഷയിലാ. ഞാൻ എന്റെ വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുക. എന്റെ വീട്ടിൽ നിന്ന് സ്വന്തം കെട്ടിയോന്റെ വീട്ടിലേക്ക്. ആണോ? ഇത് എങ്ങനെയാ ചെയ്തേ? വുഡ് തന്നെയാണോ? വുഡാണ്, വുഡ്. ആണോ? നന്നായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് പ്രതീക്ഷാണോ? എനിക്കത് വായിക്കാൻ പറ്റുന്നില്ലടാ. പ്രത്യക്ഷയാണോ? പുറത്താണെന്നാ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, വിദ്യ. ഓക്കെ, വിജയാട്ടോ. വുഡാണ് മാം. ഉള്ളില് വെച്ച് അടിച്ചിരിക്കാം മാം, സ്റ്റിച്ച് ചെയ്ത്. ഓക്കെ, സ്റ്റിച്ച് ചെയ്താണല്ലേ? അതെ മാം. രണ്ടെണ്ണം ചെയ്തു മാം. ഇതില് വുഡ് വെച്ചിട്ടില്ല. ഓക്കെ, അത് മതി. ഒരെണ്ണം മതി വുഡിന്റെ. ബാക്കിയൊക്കെ നമ്മള് ഒരു മോഡൽ പോലെ ചെയ്താൽ മതി. ഇതും രണ്ടും ബട്ടൺസ് ആണല്ലേ? അതെ മാം. ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. ഗോപിക. ഓക്കേടാ, പ്രസന്റ് ചെയ്തോ കേട്ടോ. പിൻ ചെയ്തിട്ടുണ്ട് ഗോപിക. ഓക്കെ, ഗോപിക കേട്ടോ. നെക്സ്റ്റ് മഞ്ജുരാജ്. മിസ്സേ കാണണ്ടോ? ഇല്ല, ഫാനാടാ കാണുന്നത്. അപ്പൊ ക്യാമറ തിരിക്കട്ടെ കേട്ടോ, ഒരു മിനിറ്റ്. ഓക്കെ, ഓക്കെ. വുഡാണ്. ഫുഡാണ് മിസ്, ഇത്തിരി നീളം കൂടുതലാ. ഓക്കെ, വേറെ എന്തെങ്കിലും മെറ്റീരിയൽ ആയിരുന്നോ? അത് നോക്കിയപ്പോ ഞാൻ ഒരെണ്ണം ചെറുത് ഇവിടെ വെറുതെ വെച്ചപ്പോ അപ്പൊ അത് ചെറുതായി പോയി തീരെ. അപ്പൊ ഞാനിപ്പോ വെക്കാൻ തപ്പിയെടുത്തായപ്പോ അമ്മ വീട്ടിന്റെ മോളിൽ നിന്ന് അമ്മയുടെ വീടിന്റെ മോളിൽ പോയിട്ട് ഇങ്ങനെ സ്ക്വയറിലുണ്ടായിരുന്നു. കണ്ട നീളം കൂടുതല. മഞ്ജു, അത് രണ്ട് ഫ്രെയിം ആക്കാൻ പറ്റൂടാ? ആക്കാൻ പറ്റും. രണ്ടെണ്ണം ആക്കിക്കോട്ടെ അത്. ശരി മിസ്. ആ ഫ്രെയിം കുറച്ചും കൂടി ഇങ്ങോട്ട് വലിക്കുമ്പോഴേ മിക്കവാറും 2 സ്ക്വയർ കിട്ടും. സ്ക്വയർ ആയാലും റെക്ടാങ്കിൾ ആയാലും കുഴപ്പമില്ല. 2 സ്ക്വയർ ആക്കാൻ പറ്റും മിസ്. ഞാനേ തിരക്കിലായിരുന്നു, അപ്പൊ പെട്ടെന്ന് ഇപ്പൊ റെഡിയാക്കി. ഇന്നിപ്പൊ ഉച്ചയ്ക്ക് ശേഷം റെഡിയാക്കിയേ ഉള്ളൂ. അപ്പൊ ബ്രദറിനെ കൊണ്ട് ഇത് കട്ട് ചെയ്യിക്കണം ഇനി. ഓക്കെ, കട്ട് ചെയ്യും. അത് 2 സ്ക്വയർ ആക്കാൻ പറ്റും, 2 ഫ്രെയിം ആക്കാൻ പറ്റും. നന്നായിട്ടുണ്ട് കേട്ടോ. യൂണിഫോം ആണെന്ന് എല്ലാവരും എടുത്തിരിക്കണേ അല്ലേ പിള്ളേരുടെ? ഓക്കെ, പാർവതി. ബട്ടൺ ആണത്? ആണാണ്. അപ്പൊ ബട്ടൺ ഫ്രെയിം വേറെ ചെയ്യണോ കേട്ടോ. എന്ത് മിസ്സേ? ഇത് പ്രസ് ബട്ടൺ ആണോ അല്ലെങ്കിൽ നോർമൽ ബട്ടൺ ആണോ? ഇതൊരു മോന്റെ ഉടുപ്പാ. എനിക്ക് മനസ്സിലായി. അതില് പ്രസ് ബട്ടൺ ആണോ ബട്ടൺ ആണോ നോർമൽ ബട്ടൺ ആണോ? എനിക്ക് കണ്ടിട്ട് പ്രസ് ബട്ടൺ പോലെ തോന്നുന്നു. ബട്ടണാ? പ്രസ് ചെയ്യുന്ന ബട്ടൺ അല്ലേടാ? ബട്ടണാ തുറക്കുന്നേ. ബട്ടൺ ആണോ? ഓക്കെ, ബട്ടൺ ആണോ? ഓക്കെ, മനസ്സിലായി. അല്ല ബട്ടണാ മിസ്സേ. ഓക്കെ, നന്നായിട്ട് കേട്ടോ. മഞ്ജു രാജേഷ്. മാം കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടടാ. ഓക്കേടാ. ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. പിന്നെ സഫീന. മാം ഞാൻ ഒരു മിനിറ്റ് കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, വുഡാണോ ആണത്? വുഡാണ്. ഇത് എങ്ങനെ ചെയ്തു?
ഇത് Craft വുഡ് കടയിൽ നിന്ന് ഇതും അല്ല ചെയ്തതാണ്. കൈകൊണ്ട് ചെയ്തതാണ്. ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ആണോ? ഇത് നമുക്ക് ഫോട്ടോ എടുത്താൽ കൊടുക്കണം കേട്ടോ. ബട്ടൺ ഫ്രെയിം എന്ന് പറഞ്ഞിട്ട് ഇതിങ്ങനെ ഫോട്ടോ എടുത്തിട്ട് ഗ്രൂപ്പിൽ ഇട്ട് കൊടുക്കണേ. നന്നായിട്ടുണ്ട് കേട്ടോ. റെക്കോർഡ് ക്ലാസ് കാണുമ്പോൾ കുറച്ച് ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഒരുപാട് പേര് റെക്കോർഡ് ക്ലാസ് കാണുന്നുണ്ട്. നമ്മള് അവർക്കും കൂടി ഒരു ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പൊ ഗ്രൂപ്പിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഹെൽപ്ഫുൾ ആയിരിക്കും. ദിവ്യ, അടുത്ത് ടെസ്റ്റ് യൂണിഫോമോ? ഓക്കെ. അതെ അതെ മിസ്സേ, വുഡ് കിട്ടിയില്ല, തെർമോക്കോൾ. ഓക്കെ, കുഴപ്പമില്ല. നന്നായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു. അയന വർഗീസ്, അയന എന്താ ആള്? അപ്പോ എല്ലാവരും ചെയ്തിരിക്കുന്നത് നന്നായിട്ടുണ്ട്. ഞാൻ ആകെ ഒരു ഫ്രെയിം മാത്രമല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ നിങ്ങളുടെ അടുത്ത്. പറ്റില്ല, ഞാൻ പ്രസന്റ് ചെയ്തോട്ടെ. നയനാണോ? ബിൻസി. ബിൻസി മോനെ വിളിച്ചില്ലേടാ ഞാൻ? എനിക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റണില്ല, അപ്പൊ ഞാൻ എക്സിറ്റ് ആവാ ഗ്രൂപ്പിൽ നിന്ന്. ഇല്ല, കുഴപ്പമില്ല. മോൻ പ്രസന്റ് ചെയ്തോട്ടെ. കാരണം ഞാൻ എനിക്ക് വുഡ് കിട്ടിയില്ല, തെർമോകോൾ വെച്ച് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്തു. ഓക്കേടാ, നന്നായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാവരും ബട്ടൺ ഫ്രെയിം നന്നായിട്ടുണ്ട്. നമ്മളിനി നെക്സ്റ്റ് ഫ്രെയിം ആണ് നോക്കുന്നത് കേട്ടോ. സിപ്പ് ഫ്രെയിം കണ്ടിട്ടുണ്ടോ? ഇതാണ് സിപ്പ് ഫ്രെയിം. ഞാൻ കാണിച്ച ഇമേജ്. നിങ്ങളിപ്പോ ബട്ടൺ ചെയ്തില്ലേ, ബട്ടൺ ഫ്രെയിം ചെയ്തില്ലേ, അതേപോലെ തന്നെ നമ്മൾ ചെയ്യുന്നൊരു മറ്റൊരു ഫ്രെയിമാണ്, ഡ്രസ്സിംഗ് ഫ്രെയിമിൽ വരുന്ന ഒരു ഫ്രെയിമാണ് ഇത് സിപ്പ് ഫ്രെയിം എന്ന് പറയുന്നത്. ബട്ടന് പകരം ഞാൻ പിക്ക് ചെയ്തിട്ടില്ല അല്ലെ, സോറി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അല്ലെ. ഓക്കെ, നോക്കി ഒന്ന് കാണാൻ പറ്റുന്നുണ്ടോ? നോക്കി പ്രസന്റ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിച്ചു, സോറി കേട്ടോ. കാണാൻ പറ്റുന്നില്ലേ? ഇല്ല മാം, കാണുന്നില്ല. ഇപ്പോഴും കാണുന്നില്ലേ? കാണുന്നുണ്ട് മാം. നോക്ക്, നമ്മുടെ സിപ്പ് ഡ്രസ്സിംഗ് ഫ്രെയിം ആണ് ഈ കാണുന്നത്. രണ്ട് സൈഡ് നല്ല രീതിയിൽ സ്റ്റിച്ച് ചെയ്തിട്ട് സിപ്പ്. ഓക്കെ, അത് ഏത് കളറാണെന്നോ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം കേട്ടോ. സിപ്പ് ഫ്രെയിം. ഓക്കെ, ഞാൻ ഇന്ന് ഫ്രെയിമുകളെല്ലാം ഡിസ്കസ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഓരോ വീക്കിലി നിങ്ങൾ എന്ത് ചെയ്യാം? മാം, പറഞ്ഞോ. ഈ സിപ്പ് ഫ്രെയിം മീൻസ് നമുക്ക് താഴെ ജോയിന്റ് വേണോ സിപ്പിന്റെ അവിടെ? മീൻസ് മൊത്തം ഓപ്പൺ ചെയ്തിട്ട് ടച്ച് ചെയ്തിട്ട് നമ്മൾക്ക് ഈ ജാക്കറ്റിന് ഇടുന്ന സിപ്പ് പോലെ ആണോ വേണ്ടിയത്, അതോ ജീൻസിന് അല്ലെങ്കിൽ പാന്റിനകത്ത് ഇടുന്ന സിപ്പിന്റെ പോലെയാണോ? ഏതായാലും കുഴപ്പമില്ല. ജോയിൻ ചെയ്തതായാലും കുഴപ്പമില്ല, അല്ലാത്തതായ സെപ്പറേറ്റ് ആയാലും കുഴപ്പമില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന കോട്ടിന്റെ ഒക്കെ പോലത്തെ സിബാണല്ലേ? അത് തന്നെ. ഓക്കെ, അത് ജോയിൻ ചെയ്യാത്തതായാലും കുഴപ്പമില്ല കേട്ടോ. ഇവിടെ ഉള്ളത് എങ്ങനെയായിരുന്നു? നമ്മുടെ ഉള്ള മെറ്റീരിയൽ എങ്ങനെയായിരുന്നു? ഓക്കെ മാം, അത് കൂടാതെ ഞാൻ ലൈക്ക് യൂട്യൂബില് കണ്ടായിരുന്നു, ഒരേ ഫ്രെയിമിനകത്ത് രണ്ടെണ്ണം ചെയ്തിട്ട് പോലെ. മീൻസ് ഫ്രണ്ട് സൈഡ് ബട്ടൺസ്, പുറകിലത്തെ സൈഡ് സിപ്പിന്റെ പോലെ ഞാൻ കണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുമോ, അതോ അതിന് വലിയ പെർട്ടിക്കുലർ വേറെ വേറെ ഫ്രെയിം തന്നെ ഉണ്ടാക്കണോ? മോന്റെ കംഫർട്ടബിൾ അനുസരിച്ച്. കാരണം അത് ചിലപ്പോൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾ ചെയ്തതായിരിക്കും. അപ്പൊ അവര് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടാവും. പിന്നെ അവർക്ക് അവൈലബിലിറ്റി ഉണ്ടാവും. അപ്പൊ നമ്മളെ കൊണ്ട് ചിലപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റണമെന്നില്ലല്ലോ. അപ്പം ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും ഫ്രെയിം ഒരെണ്ണം മതി. ഒറ്റ ഫ്രെയിം ആയാലും കുഴപ്പമില്ല. വുഡിന്റെ ആണെങ്കിൽ ഒറ്റ ഫ്രെയിം മതി. അതിങ്ങനെ മാറ്റിയിടാൻ പറ്റുന്ന രീതിയിൽ സ്ക്രൂ ചെയ്യുന്ന ടൈപ്പാണ് ഫ്രെയിം വരുന്നത്. നോക്കിക്കോ, ഇതിലിപ്പോ ഞാനിപ്പോ സിപ്പ് ഫ്രെയിം ആണ് കാണിക്കുന്നേട്ടാ. അതില് സ്ക്രൂ കണ്ടോ? ഈ രണ്ട് സ്ക്രൂ നമുക്ക് മാറ്റാൻ പറ്റും. അത് ലൂസാക്കി കഴിഞ്ഞാൽ ഇത് റീപ്ലേസ് ചെയ്ത് അടുത്ത ഫ്രെയിം ഇതിലേക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും കേട്ടോ. അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പൊ ഒറ്റ ഫ്രെയിം മതിയാവും. ബാക്കി നമ്മൾ മെറ്റീരിയൽ മാത്രം ചെയ്താൽ മതി. ഒറ്റ ഫ്രെയിമിൽ തന്നെ നമുക്കത് പ്രസന്റ് ചെയ്യാൻ പറ്റും.
അങ്ങനെ ചെയ്യുന്നോണ്ട് കുഴപ്പമില്ല കേട്ടോ. സുബി ചെയ്താ മെറ്റീരിയൽ ചെയ്താ? മാം മെറ്റീരിയൽ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഞാൻ വെളിയിലായത് കൊണ്ട് അതിപ്പോ എനിക്ക് കാണിക്കാൻ പറ്റത്തില്ല. ഓക്കെ ഓക്കെ. അപ്പൊ ഇത് സിബ് ഫ്രെയിം കേട്ടോ. പക്ഷെ ഞാൻ ചെയ്തത് മീൻസ് തടിയുടെ ഫ്രെയിമാ, പക്ഷെ അത് ഞാൻ ആണി വെച്ച് 4 ഭാഗം മീൻസ് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ, കുഴപ്പമില്ല. വുഡ് കിട്ടാനായിട്ട് അവൈലബിൾ ആണോ? വേറെ വുഡ് പീസ് കിട്ടുമോ വേറെ ഫ്രെയിം ചെയ്യുമ്പോ? അത് അന്വേഷിക്കണം. മീൻസ് എന്റെ അടുത്ത് ഇവിടെ ഉണ്ടായിരുന്നു, അപ്പൊ അത് ഞാൻ അങ്ങ് യൂസ് ചെയ്തു. ഓക്കെ, ബാക്കി നിങ്ങൾ നോക്കിയാലും മതി. സിബ് ഫ്രെയിം ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഓക്കെ, നെക്സ്റ്റ് ഫ്രെയിം എന്ന് പറയുന്നത് പ്രസ് ബട്ടൺ ഫ്രെയിം ആണ്. ഞാൻ ആ കുട്ടിനോട് ചോദിച്ചില്ലേ അവളുടെ പ്രസ് ബട്ടൺ ഫ്രെയിം ആണോന്ന്. അത് കുഞ്ഞി കുട്ടിയുടെ ഡ്രസ്സ് കണ്ടുകൊണ്ട് ചോദിച്ചതാ. കാരണം കുഞ്ഞു കുട്ടികൾക്ക് നമ്മള് പ്രസ് ബട്ടൺ ആയിരിക്കും സാധാരണയായിട്ട് അവർക്ക് ഡ്രസ്സിലൊക്കെ ഇപ്പൊ കോമൺ ആയിട്ട് കാണുന്ന പ്രസ് ബട്ടൺ ആണ്. മനസ്സിലായോ ബട്ടൺ ഏതാന്നുള്ളത്? പ്രസ് ബട്ടൺ ഇത് ചെയ്താലും ക്ലിയർ ആയിട്ട് മനസ്സിലായോ? ഇത് കുഞ്ഞു കുട്ടികളുടെ ഉടുപ്പിലുണ്ട്. കുഞ്ഞു കുട്ടികളുടെയൊക്കെ ഡ്രസ്സിൽ ഇപ്പൊ കോമൺ ആയിട്ട് കാണുന്ന പ്രസ് ബട്ടണാണ്. അപ്പൊ അതായാലും മതി പ്രസ് ബട്ടൺ ഫ്രെയിമിന്. ഓക്കെ, അപ്പൊ നമ്മൾ സിബ് ഫ്രെയിം പറഞ്ഞു, പ്രസ് ബട്ടൺ ഫ്രെയിം പറഞ്ഞു. പ്രസ് ബട്ടൺ ഫ്രെയിമും ക്ലിയർ അല്ലേ എല്ലാവർക്കും? നെക്സ്റ്റ് വരുന്നത് നോർമൽ ബട്ടൺ ഫ്രെയിം, പ്രസ് ബട്ടൺ ഫ്രെയിം, പിന്നെ ലേസ് ഫ്രെയിം. ഈ ഷൂ ലേസിന്റെ ഒക്കെ ലേസ് ഇല്ലേ, ലേസ് ഫ്രെയിം. അത് നിങ്ങൾ ലേസ് ഫ്രെയിം ആയിട്ട് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ സാധാരണ കുട്ടികൾ ഷൂ പോലെ ഷേപ്പില് കാർഡ്ബോർഡ് കട്ട് ചെയ്യും, എന്നിട്ട് ലേസ് ഫ്രെയിം ചെയ്യാറുണ്ട്. സിമ്പിൾ ആണ് ലേസ് ഫ്രെയിം. അതിന് ഫ്രെയിം വേണമെന്നില്ല. ഇതിപ്പോ ഈ കാണുന്നത് ഷൂ ലേസിന്റെ ഫ്രെയിം ആണ്. ഓക്കെ, ഫ്രെയിം പോലെ ചെയ്തിരിക്കുന്നതാ. വേറെ എന്താ ഞാനിപ്പോ കാണിച്ചത് കേട്ടോ, ഫ്രെയിം ഇല്ലാതെ ചെയ്തത്. ലേസിന്റെ ഫ്രെയിമാണ്. ചില കുട്ടികൾ അത് കാർഡ്ബോർഡിൽ ഷൂ പോലെ കട്ട് ചെയ്ത് ചെയ്യാറുണ്ട്, എന്നിട്ട് ഹോൾ ഇടാൻ എളുപ്പമാണ്. കാർഡ്ബോർഡിൽ ഹോൾ ഇടുമ്പോൾ അത്യാവശ്യം നമുക്ക് കറക്റ്റ് ആയിട്ട് ഹോളൊക്കെ ചെയ്യാൻ പറ്റും. അങ്ങനെയും ചെയ്യാം കേട്ടോ. ക്ലിയർ ആണോ ലേസ് ഫ്രെയിം? നിങ്ങള് നോക്ക് കേട്ടോ. നല്ലതാണ്, ഒരു നല്ല. ഓക്കെ, അപ്പൊ ലേസ് ഫ്രെയിം. അപ്പൊ നമ്മൾ 4 ഫ്രെയിംസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു അല്ലെ? നോർമൽ ബട്ടൺ ഫ്രെയിം, പ്രസ് ബട്ടൺ ഫ്രെയിം, പിന്നെ ഏതായിരുന്നു? സിബ് ഫ്രെയിം, ലേസ് ഫ്രെയിം, പിന്നെ വെൽക്രോ. വെൽക്രോ എന്ന് പറയുന്ന മെറ്റീരിയൽ അറിയാവോ? മറ്റേ ഒട്ടിക്കുന്നതല്ലേ മാം? അതന്നെ, നമ്മള് അധികം പൈസ ഒന്നും വരില്ല കേട്ടോ ഇതിന്. ഒരു 1/2 മീറ്ററിന് എനിക്ക് ഇങ്ങനെ തോന്നുന്നു 10 രൂപയ്ക്ക് അങ്ങനെ വരുള്ളൂ. ഒരു ആ ഒട്ടിക്കുന്ന രീതിയിൽ അതൊന്ന് സ്റ്റിച്ച് ചെയ്യോ കൈ കൊണ്ട് തുന്നിയൊക്കെ ചെയ്ത് കഴിഞ്ഞാലും ശരിയാവും കേട്ടോ. ഞാൻ അത് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് എടുത്ത് കാണിച്ചു തരാം. കാണാൻ പറ്റുന്നില്ലേ? പല കളറിലുണ്ട്. ഇത് വൈറ്റ് ആണ്, ബ്ലാക്ക് കളറിലും അവൈലബിൾ ആണ് കേട്ടോ. ബ്ലാക്ക് ഒക്കെ വെൽക്രോ ഉണ്ട്. നമ്മള് ചപ്പലിലൊക്കെ, കുഞ്ഞു കുട്ടികളിലൊക്കെ ചപ്പലിലൊക്കെ നമ്മള് ഇത് ക്ലിയർ അല്ലേ ഇപ്പൊ? വെൽക്രോ ക്ലിയർ ആണോ? ഓക്കെ, വെൽക്രോ. പിന്നെ ബെൽറ്റ്. അപ്പൊ നമ്മൾ 5 ഫ്രെയിംസിനെ കുറിച്ച് നോക്കി. നെക്സ്റ്റ് ഇതെല്ലാം ചെയ്യണോന്നുള്ള ടെൻഷൻ ആയിരിക്കും അല്ലെ മനസ്സിൽ? ലാസ്റ്റ് ഞാൻ പറയാം ഏത് എല്ലാരും ചെയ്യണമെന്നില്ല കേട്ടോ. പിന്നെ എല്ലാ ഫ്രെയിമും ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഇപ്പൊ. ഇത് ബെൽറ്റ് ആണ്, ബെൽറ്റ് ഫ്രെയിം ആണ്. നമ്മുടെ പഴയ വാച്ചിന്റെ ഒക്കെ സ്ട്രാപ്പ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്ത് നമുക്ക് ഈ ബെൽറ്റ് ഫ്രെയിം ചെയ്യാൻ പറ്റും. ഇവരിപ്പോ നമ്പർ ഓഫ്
ബെൽറ്റുകൾ യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ ഒരു സ്ട്രാപ്പ് ഒക്കെ കാണുള്ളൂ. അപ്പൊ ഒരു സ്ട്രാപ്പ് യൂസ് ചെയ്തിട്ട് ബെൽറ്റ് ഫ്രെയിം ചെയ്യാം. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ നമ്മള് അധികം പൈസക്ക് അല്ലാണ്ട് കുഞ്ഞു കുട്ടികളുടെ ഈ സ്ട്രാപ്പ് ചേഞ്ച് ചെയ്യുന്ന വാച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സ്ട്രാപ്പ് മാറ്റുന്ന വാച്ച്. അത് വീട്ടിലെ കുട്ടികൾ ചിലപ്പോൾ ആ ഒറ്റ വാച്ച് എടുക്കുള്ളൂ. ബാക്കി അവിടെ എവിടെയെങ്കിലും മെറ്റീരിയൽ ഉണ്ടാവും. എന്റെ വീട്ടിലുണ്ടായിരുന്നു അങ്ങനെ. മോൾക്ക് അങ്ങനത്തെ ഒരു വാച്ച് ആരോ ഗിഫ്റ്റ് ചെയ്തതാ. അപ്പൊ അത് അങ്ങനെ വാച്ച് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഫ്രെയിം ചെയ്യാൻ പറ്റും. ഓക്കെ. അവരോട് പറയണ്ട ഒരു സംഭവം ചെയ്തരാന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാല് ചിലപ്പോ തരമായിരിക്കും. ഓക്കെ. അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ വീട്ടിൽ പഴയ എന്താണ് ബെൽറ്റോ എന്തെങ്കിലും കംപ്ലൈന്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റണം കേട്ടോ. ഓക്കെ ആണെങ്കിൽ അത് ചെയ്യാം. അങ്ങനെയും ചെയ്യാം. ഇനി അടുത്തത് ബക്കിൾ ഫ്രെയിം ആണ് കേട്ടോ. ഇതെവിടെ കണ്ടിട്ടുള്ളത്? മെയിൻ ആയിട്ട് ബക്കിള് എവിടെ കണ്ടിട്ടുള്ള? ബാഗിന്റെ ഒക്കെ അപ്പൊ ഓക്കെ. ബക്കിള് ബാഗിന്റെ കണ്ടിട്ടുണ്ടാവാ. പഴയ ബാഗ് ഉണ്ടാവില്ലേ വീട്ടില്? അപ്പൊ ആ ബാഗിന്റെ ബക്കിൾസ് കട്ട് ചെയ്തിട്ട് ചിലപ്പോ 1 or 2 കിട്ടുള്ളൂ. ഇവര് 4 കാണിച്ചിട്ടുണ്ട്. ഒരെണ്ണമാണെങ്കിൽ ഒരെണ്ണം മതി, 2 2 അത് ഓക്കെ. നമ്മുടെ കയ്യിലുള്ള അത്രയും ബക്കിൾ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ഒരു ഫ്രെയിം ചെയ്യാം. ഓക്കെ. അവൈലബിൾ ആയിട്ടുള്ളതനുസരിച്ച് ചെയ്താൽ മതി. ഇപ്പൊ എത്ര ഫ്രെയിം ഞാൻ പറഞ്ഞു? 7 കൂടി ഉണ്ട്. 7. ഇനി ഒരെണ്ണം കൂടി ഉണ്ട് കേട്ടോ. നമ്മള് ഹുക്ക് ഫ്രെയിം ആണ് കേട്ടോ. 7ാമത്തെ വരുന്നത് ഹുക്ക്, 8ാമത്തെ വരുന്നത് ഹുക്ക് ഫ്രെയിം കേട്ടോ. ഓക്കെ. ഇത് കണ്ടിട്ടുണ്ടോ? ഈ ഫ്രെയിം കണ്ടിട്ടുണ്ടോ? ഈ മെറ്റീരിയൽ കണ്ടിട്ടുണ്ടോ? അയ്യോ കാണാൻ പറ്റുന്നില്ല അല്ലെ? ബ്ലൗസിന്റെ ബ്ലൗസ് ആണോ സ്കേർട്ട് ആണോ? സ്കേർട്ട്, പാന്റ്, യൂണിഫോം സ്കേർട്ടും യൂണിഫോം പാന്റിന്റെ ഒരു സംഭവമാണ് ഹുക്കാണത്. ഹുക്ക് ഫ്രെയിം എന്ന് പറയുന്നത്. എന്താ പറയുന്നത്? ഹുക്ക് ഫ്രെയിം. അപ്പൊ ഇങ്ങനെയും ചെയ്യാം. അപ്പൊ നമുക്ക് ടോട്ടൽ 8 ഫ്രെയിംസ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ? മൊത്തം 8 ഫ്രെയിംസ്. അതില് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു 5 ഫ്രെയിം ചെയ്താൽ മതി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു 5 ഫ്രെയിം ചെയ്താൽ മതി. ഈ 5 ഫ്രെയിമില് മിനിമം ഒരു ഫ്രെയിം മതി. ഇപ്പൊ കാർഡ്ബോർഡിന്റെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നിൽ കൂടുതൽ ഫ്രെയിം ചെയ്യുമ്പോൾ അധികം എക്സ്പെൻസീവ് ആവില്ല. വുഡിന്റെ ആണെങ്കിൽ റീപ്ലേസബിൾ ആകുന്ന രീതിയിൽ. ഇപ്പൊ ഇതുണ്ടോ? സ്ക്രൂ ആണ്, കാണാൻ പറ്റുന്നില്ല ഇമേജില്. ആ സ്ക്രൂ നമ്മളിങ്ങനെ നട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത ഫ്രെയിം അതിലേക്ക് ഇടാം. അങ്ങനെ രീതിയിൽ ചെയ്യണം. ഓക്കെ. കാർഡ്ബോർഡ് ആണെങ്കിൽ എല്ലാത്തിനും കാർഡ്ബോർഡ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾ സെറ്റ് ചെയ്തോ. അല്ല വുഡ് ആണെങ്കിൽ ഒറ്റ ഫ്രെയിം ചെയ്യുകയാണെങ്കിൽ അത് സ്ക്രൂ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്ത് മാറ്റി ഓരോന്ന് റീപ്ലേസ് ചെയ്ത് ചെയ്യാൻ പറ്റും. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? സ്ക്രൂ ചെയ്യുവാണെങ്കിൽ അത് ഫ്രീസ് ആകത്തില്ലേ? അപ്പം മനസ്സിലായില്ല. വുഡിനകത്ത് സ്ക്രൂ ചെയ്യുവാണെങ്കിൽ അത് മീൻസ് അത് അവിടെ തന്നെ ഫിക്സ് ആകുമല്ലേ ചെയ്യുന്നത്? അത് നമുക്ക് പിന്നെയും അത് സ്ക്രൂ ഡ്രൈവർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പുറത്തേക്ക് എടുക്കാൻ പറ്റൂടോ? ഞാൻ ചെയ്തിട്ടുണ്ട്. സ്ക്രൂയുടെ കാര്യം സ്ക്രൂ ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രൂ നമുക്ക് ദൂരാൻ പറ്റൂ കേട്ടോ. അത് ഞാൻ എപ്പോഴും ചെയ്തേ. അങ്ങനെ ചെയ്യാൻ പറ്റൂത്. ആദ്യം അത് നമ്മൾ തുളച്ചിട്ട് അതിലേക്ക് ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു സംഭവമാണ് വെക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്ക്രൂ ചെയ്യുന്നത്. നമ്മൾ സ്ക്രൂ ഡ്രൈവർ യൂസ് ചെയ്ത് ഇങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉരുപ്പൊരില്ലേ? നോക്ക്. അല്ല വുഡിന്റെ തന്നെ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ വുഡിന്റെ തന്നെ ചെയ്തൊന്നും കുഴപ്പമൊന്നുമില്ല. ബട്ടൺ ഫ്രെയിം കൂടി ഇൻക്ലൂഡഡ് ആയിട്ട് 5 എണ്ണം അല്ലേ? അതെ, ബട്ടൺ ഫ്രെയിമും കൂടി ഇൻക്ലൂഡഡ് ആയിട്ട് 5 എണ്ണം. ഓക്കെ. മിസ്സേ അതില് ജോയിൻ ചെയ്യണം നിർബന്ധമുണ്ട്. ഇപ്പൊ ഞാനത് ഇങ്ങനെ വെറുതെ ഇങ്ങനെ കവർ ചെയ്ത് അടിയിൽ നിന്ന് ഇങ്ങനെ കവർ ചെയ്ത് വെക്കുകയാണ് ചെയ്തത്. അതെന്താ സംഭവം? നിങ്ങൾ ഈ ടീച്ചിങ് പ്രാക്ടീസിന് പോകുന്ന സമയത്ത് നമ്മളിത് കൊണ്ടുപോകാന്ന് വിചാരിക്കും. കുട്ടികളെ കാണിക്കാനായിട്ട് കൊണ്ടുപോയി വിചാരിക്കും. അങ്ങനെ കൊണ്ടുപോകുമ്പോ അവര് യൂസ് ചെയ്യുമ്പോ മേ ബി കംപ്ലൈന്റ് വരാനുള്ള ചാൻസ് ഇല്ലേ? അതാണ് സ്റ്റിച്ച് ചെയ്ത് വെക്കണം എന്ന് പറയുന്നത്. കറക്റ്റ് ആയിട്ട് ജോയിൻ ചെയ്ത് നമ്മൾ കൊണ്ടുപോയി വരുമ്പോഴേക്കും ഇതിന്റെ ഒരു കോലം നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല ആവുന്നത്. ഭയങ്കരമായിട്ട് കേട് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ്. ഓക്കെ.
ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ ഫ്രെയിംസ്? ഡ്രസ്സിംഗ് ഫ്രെയിം ആണ് കാണിച്ചതല്ല. ഓക്കെ, ഇനി നമ്മള് ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്ററിലേക്ക് വരാണ്. ചാപ്റ്ററിന്റെ പേര് സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെന്റ്. അതിന്റെ നമ്മള് സോഷ്യൽ ഡെവലപ്മെന്റ് ഡ്യൂറിങ് ഇൻഫൻസി പറഞ്ഞു. ദെൻ ഫാക്ടേഴ്സ് ദാറ്റ് അഫക്ട് സോഷ്യലൈസേഷൻ. ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് മെയിൻ ആയിട്ട് സോഷ്യലൈസേഷൻ അഫക്ട് ചെയ്യുന്നത്? ഫസ്റ്റ് വൺ ഈസ് ഫാമിലി. ഞാൻ ഫാമിലി പറഞ്ഞോ? പറഞ്ഞു ഞാൻ അടുത്ത റോൾ ഓഫ് ടീച്ചർ അല്ലേ? പിയർ ഗ്രൂപ്പ്സ് പറഞ്ഞോ? അല്ല ഇല്ല പറഞ്ഞു. ഫാക്ടേഴ്സ് പറയണ്ടേ? കുഴപ്പമില്ല, ഫാക്ടേഴ്സോടെയും പറയാം. ഫാക്ടേഴ്സ് ദാറ്റ് അഫക്ട് സോഷ്യലൈസേഷൻ. സോഷ്യലൈസേഷന് ഫസ്റ്റ് ഓഫ് ഓൾ മെയിൻ ആയിട്ട് നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഫാമിലിയാണ്. ഫാമിലിയാണ് പ്രൈമറി ഏജൻസി ഫോർ സോഷ്യലൈസേഷൻ ഓഫ് ദ ചൈൽഡ്. ഫാമിലിയിൽ നിന്നാണ് കുട്ടി സോഷ്യലൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓരോ കാര്യങ്ങൾ പഠിക്കുന്നത് എല്ലാം ആ ഫാമിലിയുടെ ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ കുട്ടിയുടെ നല്ല രീതിയിൽ അതിന്റെ ക്യാരക്ടർ ഫോർമേഷനും സോഷ്യലൈസേഷനും എന്ത് ചെയ്യുന്നുണ്ട്? നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അവരുടെ പാരന്റ്സ് അവരെങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്, ഗ്രാൻഡ് പാരന്റ്സിന്റെ കെയർ സ്നേഹം ഒക്കെ കിട്ടി വളർന്നു വരുന്ന കുട്ടികളിൽ നല്ലൊരു ക്യാരക്ടർ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ സൈസ് ഓഫ് ദ ഫാമിലി വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ്. ചെറിയ നമുക്കറിയാം ഇന്ന് കൂടുതൽ കാണുന്ന ന്യൂക്ലിയർ ഫാമിലീസ് ആണ്, ചെറിയ സ്മോൾ ഫാമിലീസ്, അച്ഛനമ്മ കുട്ടികൾ. അതിനേക്കാൾ കുറച്ചും കൂടി സോഷ്യലൈസേഷൻ പോസിബിൾ ആകുന്നത് എന്താണ്? ജോയിന്റ് ഫാമിലീസിലാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവിടെ ഫാമിലി മെമ്പേഴ്സിന്റെ എണ്ണം കൂടുതലായിരിക്കും. അപ്പൊ അവർ തമ്മിൽ നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ്, എങ്ങനെയാണ് മുതിർന്നവരെ റെസ്പെക്ട് ചെയ്യേണ്ട, ആരും പറഞ്ഞു കൊടുക്കണ്ട. നമ്മള് പാരന്റ്സിനെ റെസ്പെക്ട് ചെയ്യുന്ന കണ്ട് തന്നെ കുട്ടികൾ എന്ത് ചെയ്തോളും? അവര് നമ്മുടെ പാരന്റ്സിനെ റെസ്പെക്ട് ചെയ്യാൻ തുടങ്ങും. അതുപോലെ നമ്മുടെ കുട്ടീനോടുള്ള ആറ്റിറ്റ്യൂഡ്, നമ്മളൊന്ന് വഴക്ക് പറഞ്ഞാൽ പോലും അപ്പൊ തന്നെ ഗ്രാൻഡ് പാരന്റ്സ് വന്നിട്ടുണ്ടാവും നമ്മളെ വഴക്ക് പറയാനായിട്ട്. പണ്ട് നമ്മളെ വടിയൊക്കെ എടുത്ത് തല്ലിക്കുന്ന ടീമാ. ഇപ്പൊ കുട്ടികളൊന്ന് വഴക്ക് പറഞ്ഞു നോക്കി നമുക്ക് ഉറപ്പാണ് ചീത്ത. നമുക്കൊന്നും വഴക്ക് പറയാൻ പറ്റില്ല. അവര് ചെറുതല്ല, അവര് ചെയ്തോട്ടെ. നമ്മളൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ട് കേട്ടാ. എന്റെ അമ്മേനെ നന്നായിട്ട് തല്ലുമായിരുന്നേ ചെറുപ്പത്തില്, ഭയങ്കര കുറുമ്പിയായിരുന്നു. അപ്പൊ കൊച്ചിനെ തല്ല സംഭവിക്കില്ല, ഞാൻ തല്ലില്ല. പക്ഷെ വേറെ ആരെങ്കിലും തല്ലിക്കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഭയങ്കര വിഷമമാണ്. പാരന്റ്സിന്റെ ആറ്റിറ്റ്യൂഡാണ്. ഗ്രാൻഡ് പാരന്റ്സ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നമുക്കൊന്ന് നമുക്ക് വിശ്വസിച്ച് നമ്മുടെ മക്കളെ ഒരു സ്ഥലത്ത് ഏൽപ്പിച്ച് നമുക്ക് ഒരു ജോലി ചെയ്യുന്ന സ്ഥലത്താൽ നല്ല കോൺഫിഡൻസോട് കൂടി ജോലി ചെയ്യാം. ഇപ്പൊ എന്നെ സംബന്ധിച്ചാണെങ്കിൽ ഞാൻ ഹസ്ബൻഡിന്റെ വീട്ടിലാണ് കുട്ടികളെ ഉള്ളത്. ഇപ്പൊ വെക്കേഷൻ ആണല്ലോ. അപ്പൊ രണ്ടുപേരും ഗ്രാൻഡ് പാരന്റ്സ് നോക്കിക്കോളും എന്നുള്ളൊരു കോൺഫിഡൻസിലാണ് ഇവിടേക്ക് വരുന്നത്. കാരണം അല്ലെങ്കിൽ നമുക്ക് ടെൻഷനാണ്. വേറെ എവിടെയായാലും നമുക്ക് ഭയങ്കര ടെൻഷൻ ആയിരിക്കുള്ളൂ. പക്ഷെ ഗ്രാൻഡ് പാരന്റ്സിന്റെ അടുത്താണെങ്കിൽ നമുക്കൊരു നല്ലൊരു ആശ്വാസമാണ് അല്ലെ? നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് കുട്ടികളുടെ ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ വരും. കുഞ്ഞു കുട്ടികളുള്ളവരുടെ കാര്യം ഉണ്ടാവും. അതും പറഞ്ഞ് നമ്മൾ അവരുടെ അടുത്ത് അവരിൽ നിന്ന് കുറെ കാര്യങ്ങൾ അവർ പഠിക്കുന്നുണ്ട്, കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഗ്രാൻഡ് പാരന്റ്സിന്റെ കെയറും ഗൈഡൻസും കാര്യങ്ങളൊക്കെ കുറെ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. നമ്മളുടെ ആ ഒരു കൺട്രോളും ശിക്ഷണവും കാര്യങ്ങളൊക്കെ ഉള്ള പോലെ തന്നെ പാരന്റ്സിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ അവർ പഠിക്കും. കഥകള്, ഒരുപാട് കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യും. നമ്മളും തന്നെ എനിക്കും ഗ്രാൻഡ് പാരന്റ്സ് ഉണ്ടായിരുന്നില്ല. ഞാൻ ജനിച്ച് കുറച്ചു കഴിഞ്ഞപ്പോ തന്നെ അമ്മയുടെ അമ്മയും അച്ഛനും മരിച്ചു. അച്ഛന്റെ അച്ഛന് എന്റെ അമ്മ തന്നെ കണ്ടിട്ടില്ല. നമ്മുടെ കല്യാണം കഴിഞ്ഞേക്കാളും മുമ്പ് മരിച്ചതാ. പിന്നെ അമ്മാമ്മയും അച്ഛന്റെ അമ്മയും നേരത്തെ മരിച്ചതാ. ഇവര് ഞാൻ ജനിച്ചതിന് ശേഷം മരിച്ചതാണെങ്കിൽ പോലും പക്ഷെ അത്ര ക്ലോസ് ആയിട്ടുള്ള കോണ്ടാക്ട് ഒന്നുമില്ല. മനസ്സിലാ, അധികം പരിചയമൊന്നുമില്ല, അല്ലെങ്കിൽ അവരുടെ കെയറും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. ഞാൻ വിചാരിച്ചിട്ടുണ്ട് എന്റെ കുട്ടികൾക്ക് അങ്ങനെ ആവാൻ പാടില്ല. എന്റെ കുട്ടികൾക്ക് രണ്ട് പാരന്റ്സിനെ കെയർ കിട്ടണം. കാരണം ഞാൻ വിഷമിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ഈ എന്റെ കൂട്ടുകാരത്തേക്ക് അവൾക്ക് അമ്മാമ്മയുണ്ട്. അവളുടെ അമ്മാമ്മ ഇന്നതാണ്, ഇന്നത് ചെയ്തു. അമ്മാമ്മ പെൻഷൻ കിട്ടുമ്പോ തന്നെ അവൾക്ക് നൈസായിട്ട് പോക്കറ്റ് മണി ഒക്കെ കൊടുക്കും. ഞാൻ ആലോചിച്ചു എന്റെ അമ്മാമ്മയ്ക്ക് പെൻഷൻ കിട്ടിയപ്പോ എനിക്കും പോക്കറ്റ് മണി തന്നാണ് ആളുണ്ടായിരുന്നെങ്കിലും. ചുമ്മാ പോക്കറ്റ് മണി മാത്രമല്ല കേട്ടാ, ഒരു പ്രത്യേക കെയർ ആണ് അവരുടെ, അല്ലെ? ഒരു പ്രത്യേക വാത്സല്യം ആയിരിക്കും അല്ലെ പേരക്കുട്ടികളോട്. അത് എൻജോയ് ചെയ്യാൻ പറ്റാത്തൊരു നല്ല വിഷമം ഉണ്ടായിരുന്നു. ഞാൻ ഇടയ്ക്ക് ചോദിക്കും, എനിക്കിപ്പോ അമ്മനോട് അച്ഛനോട് ചോദിക്കും, ഈ ഗ്രാൻഡ് പാരന്റ്സ് ഒന്നും ഇല്ലാത്ത എന്തുകൊണ്ടാ, അല്ലെങ്കിൽ അമ്മാമ്മ അച്ഛനൊക്കെ മരിച്ചുകൊണ്ടല്ലേ നമ്മളിങ്ങനെ, അല്ലെങ്കിൽ അവരുണ്ടായാനില്ലേ നമ്മുടെ ഒപ്പം എന്നൊക്കെ ചോദിക്കും. ജസ്റ്റ് അത് അവരുടെ കുട്ടികൾക്ക് നല്ലൊരു ബോണ്ട് അല്ലെങ്കിൽ നല്ല
രീതിയിൽ കുറച്ചുകൂടി സോഷ്യലൈസേഷൻ പോസിബിൾ ആക്കുന്നത് ഈ പാരന്റ്സും ഗ്രാൻഡ് പാരന്റ്സും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഇപ്പൊ സെപ്പറേറ്റഡ് ആയിട്ടുള്ള പാരന്റ്സ് ആണെങ്കിൽ വീട്ടിലെപ്പോഴും ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പാരന്റ്സിന്റെ വീട്ടിൽ നിന്നാണ് ഒരു കുട്ടി വളർന്നു വരുന്നതെങ്കിൽ അത് അവനെ ബാഡ്ലി ഇൻഫ്ലുവൻസ് ചെയ്യും അല്ലെ. എപ്പോഴും തല്ലെടുത്തും കാര്യങ്ങളൊക്കെയാണ് പാരന്റ്സ് തമ്മില്. അതേപോലെ എപ്പോഴും ഫൈറ്റ് ആണ്, അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്ത് താമസിക്കണം. ആണോ? ഇത് ലക്കാണ്. ഒരുപാട് ജനറേഷനെ കാണാൻ പറ്റുമവർക്ക്. നല്ലൊരു കാര്യം. അപ്പം അതേപോലെ തന്നെ നമ്മുടെ ഞാൻ പറഞ്ഞ പോലെ ഡെത്ത് ഡിവോഴ്സ്ഡ് ഒക്കെ ആയിട്ടുള്ള പാരന്റ്സിന്റെ മക്കള് അവര് ഫേസ് ചെയ്യുന്ന കുറച്ച് പ്രോബ്ലം ഉണ്ട്. അവർക്ക് സോഷ്യലൈസേഷൻ പെട്ടെന്ന് പോസിബിൾ ആകില്ല. അവര് കാണുന്ന ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റി കാണാൻ പറ്റും. അവർ ഇമോഷൻസ് അവർ പ്രകടിപ്പിക്കുന്ന രീതി വ്യത്യാസമായിരിക്കും. സാധാരണ നോർമൽ കുട്ടി എങ്ങനെയാണോ ഇമോഷൻസ് പ്രകടിപ്പിക്കുന്നത് ആ രീതിയിലായിരിക്കില്ല ആ കുട്ടി പ്രകടിപ്പിക്കുന്നത്. വളരെ ഡിഫറെന്റ് ആയിരിക്കും. സോഷ്യൽ മാൽ അഡ്ജസ്റ്റ്മെന്റ് കാണാൻ പറ്റും കുട്ടികളില്. എന്താ പറയാ, അവർക്ക് സോഷ്യൽ സിറ്റുവേഷൻ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു ഫെയിലിയർ വരുമ്പോൾ തന്നെ അവർക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ഇത് കാണാൻ പറ്റും. സോഷ്യൽ ആൻഡ് എക്കണോമിക് സ്റ്റാറ്റസ്, ഫാമിലിയുടെ സോഷ്യൽ ആൻഡ് എക്കണോമിക് സ്റ്റാറ്റസ് കുട്ടിയുടെ ക്യാരക്ടറിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. കാരണം ഐ തിങ്ക് സോ എന്താണ് കുറച്ചും കൂടി മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ഫാമിലിയിലെ കുട്ടികളില് കുറച്ചും കൂടി സോഷ്യലൈസേഷൻ പോസിബിൾ ആയിരിക്കുന്നത് കാണാം. അവർക്ക് എങ്ങനെ പെരുമാറണം, മറ്റുള്ളവരെ എങ്ങനെ റെസ്പെക്ട് ചെയ്യണം, എങ്ങനെ സംസാരിക്കണം, പൊതുവേദികളിൽ എങ്ങനെ സംസാരിക്കണം അവർക്ക് ആരും പറഞ്ഞു കൊടുക്കേണ്ട. പക്ഷെ കുറച്ചുകൂടി ഹൈ ക്ലാസ്സിലേക്കൊക്കെ വരുമ്പോൾ കുട്ടികൾ കുറച്ചുകൂടി ഉൾവലിയും. അവർക്ക് സോഷ്യലൈസേഷൻ കുറവാണ്. അതുകൊണ്ട് അവർക്ക് എങ്ങനെ സംസാരിക്കണമെന്നോ അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യേണ്ടതെന്നോ അവർക്ക് ഒരു കോൺഫിഡൻസും കാര്യങ്ങളും കുറവായിരിക്കും. പിന്നെ നമ്മൾ വിശ്വസിക്കുന്ന കസ്റ്റംസ് ആൻഡ് ട്രഡീഷൻസ്, നമ്മുടെ കൾച്ചർ, നമ്മൾ കൊടുക്കുന്ന വാല്യൂ, നമ്മുടെ ഐഡിയാസ്, ഇതെല്ലാം ഫാമിലിയുടെ ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, കുട്ടിയുടെ ക്യാരക്ടർ അല്ലെങ്കിൽ സോഷ്യലൈസേഷൻ പ്രോസസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. സോ ഒരു കുട്ടീനെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ആരാണ്? ഫാമിലിയാണ്. ഫാമിലി മോസ്റ്റ്ലി സോഷ്യലൈസേഷൻ പ്രോസസ്സിൽ കുട്ടീനെ ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? ഫാമിലീസ് ആണ്. ഓക്കെ, ആരാ ഫാമിലി എന്ന് പറയുന്ന പോയിന്റ് വായിക്കുന്നേ? ആരാ റീഡ് ചെയ്യുന്നേ? ഞാൻ വായിക്കാം മാം. ഓക്കെ, ശ്രീവിദ്യ വായിച്ചോടാ. Family. The family is the most vital primary agency for socialization of the child. The size of the family, fondness among the members of the family, attitude of the parents and family members towards the child, friction among parents and break owing to separation, death or divorce, and in emotional instability and social maladjustment of the child, socio-economic status, the customs and traditions, culture, values and ideas, etc. of the family also influence the social development of the child. ഓക്കെ കേട്ടാ, എല്ലാരും മനസ്സിലായോ? ഫാമിലീസ് ഇനി അത് എക്സ്പ്ലെയിൻ ചെയ്യണല്ലോ, ചെയ്യണോ? ഓക്കെ ഓക്കെ, നെക്സ്റ്റ് ആണ് പിയർ ഗ്രൂപ്പ്സ് കേട്ടോ. നമ്മളുടെ കൂട്ടുകാർ അല്ലെങ്കിൽ നമ്മൾ പറയൂലേ കളിക്കൂട്ടുകാര് എന്നൊക്കെ പറയില്ലേ. നമ്മള് ഫാമിലി കഴിഞ്ഞ അടുത്ത ഒരു ഫാക്ടർ ചൈൽഡ് ആരായിട്ടായിരിക്കും? നമ്മളുടെ ഈ ഫ്രണ്ട്സ് ആയിട്ടായിരിക്കും. ഫ്രണ്ട്സ് അപ്പൊ കൂടുതലായിട്ട് ഫ്രണ്ട്സ് ഒക്കെ ഉള്ള ഒരു ഫാമിലിയിൽ ഒരു കുട്ടിയാണെങ്കിൽ അവന് സോഷ്യലൈസേഷൻ ഈസി ആയിരിക്കും. ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറയാം. ഒരു ഫാമിലിയിൽ 2 കുട്ടികളുണ്ട്. ഒരു മൂത്ത കുട്ടി എന്ന് പറയുന്നത് പുറത്തൊന്നും എവിടെയും പോവില്ല, എപ്പോഴും വീട്ടിൽ തന്നെ ഇരിക്കും, അവന്റെ കാര്യങ്ങളൊക്കെ അവൻ ചെയ്യും, വേറെ കുറെ നേരം TV കാണും, കുറച്ചു നേരം ഫോൺ യൂസ് ചെയ്യും, അല്ലാണ്ട് അവൻ പുറത്തേക്കൊന്നും കളിക്കാനൊന്നും പോകില്ല. രണ്ടാമത്തെ കുട്ടി നേരെ ഓപ്പോസിറ്റ് ആണ്, നേരെ തിരിവ്. അവൻ വീട്ടില് അടങ്ങിയിരിക്കേയില്ല, ഏത് സമയവും കുട്ടികളുടെ ഒപ്പം ഫ്രണ്ട്സിന്റെ ഒപ്പം കറങ്ങാൻ പോകും, നട്ടുച്ചയ്ക്കാണെങ്കിലും സൈക്കിൾ ഔട്ടാൻ പോകും. അതേപോലെ എപ്പോഴും ഗ്രൗണ്ടിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളതുകൊണ്ടാണ് പറയണേ, എന്റെ അല്ല, അടുത്തുള്ള വീട്ടിലെ കുട്ടികളാ. നമ്മൾ ആ കുട്ടിയുടെ വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാലേ മൂത്ത ആള് നമ്മളിപ്പോ ഫോണിൽ ബെൽ അടിച്ച് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ മൂത്ത ആള് വന്ന് ഡോർ തുറന്നിട്ട് അമ്മ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാല് അവൻ ഒന്നും പറയില്ല, വിളിക്കാനോ ഒന്നും പറയില്ല,
അവൻ അകത്തോട്ട് തന്നെ കയറിപ്പോവും. എന്താ ചെയ്യേണ്ടതെന്ന് അവന് അറിയില്ല. പക്ഷെ സപ്പോസ് നമ്മൾ ഫോണിൽ ബെൽ അടിക്കുമ്പോ രണ്ടാമത്തെ കുട്ടിയാണ് വന്ന് തുറക്കണമെങ്കിൽ ചേച്ചി ഇവിടെ ഇരിക്കും, അമ്മനെ വിളിക്കാട്ട്, അമ്മ ഇന്നത് ചെയ്യാണ്, ഇപ്പൊ കുളിക്കുകയാണെങ്കിൽ അമ്മ കുളിക്കുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ചെയ്യാണ്, കിച്ചണിലാണ്, ഇപ്പൊ വിളിക്കാട്ട് ചേച്ചിന്ന് പറഞ്ഞിട്ട് അവൻ വന്ന് സംസാരിക്കും. മൂത്ത ആള് ഒന്നും മിണ്ടൂല, ഭയങ്കര എന്താ പറയാ, ഭയങ്കര തലക്കനുള്ള പോലെയാണ്, ഒന്നും പറയില്ല. രണ്ട് കുട്ടികളും CBSE സ്കൂളിൽ തന്നെ പഠിക്കുന്നത്, അത്യാവശ്യം കുറച്ച് ഹൈറ്റ്, കുഴപ്പമില്ല, ഫിനാൻഷ്യലി അവർ കുറച്ചുകൂടി സ്റ്റേബിൾ ഒക്കെയാണ്. പക്ഷെ പെരുമാറുന്ന കാര്യത്തിൽ ഇളയ കുട്ടി കുറച്ചും കൂടി ബെറ്റർ ആണ് മൂത്ത ആളെക്കാളും നല്ലത്. എന്നുവെച്ചാൽ ഇളയ കുട്ടിയിൽ കാണുന്ന ക്യാരക്ടേഴ്സ് അവൻ എപ്പോഴും മറ്റു കുട്ടികളോടൊപ്പം ഇങ്ങനെ കളിക്കാനും കാര്യങ്ങൾക്കൊക്കെ പോകും, സംസാരിക്കും, ഭയങ്കരമായിട്ട് ടൈം ഫ്രണ്ട്സിനോടൊപ്പം പുറത്ത് സ്പെൻഡ് ചെയ്യും. എനിക്ക് ഈ കുട്ടിയുടെ കാര്യം കേട്ടപ്പോഴാണ് ഫ്രണ്ട്സേ ഇല്ലാന്ന്. അവന് ഫ്രണ്ട്സ് ആരും ഇല്ലാന്ന്, ക്ലാസ്സിലും ഇല്ല, വീട്ടിന്റെ അടുത്തും അവന് ഫ്രണ്ട്സ് ഇല്ല. അത് ശരിക്കും പറഞ്ഞാല് അതൊരു ടൈപ്പ് ഓഫ് ഡീവിയേഷൻ തന്നെയാണ് അല്ലെ, കൂട്ടുകാരൊന്നും ഇല്ല എന്ന് പറയുന്നത്. അപ്പം അതും ഒരു പ്രശ്നമാണ്, ഫ്രണ്ട്സ് ഇല്ലാത്തതും ഒരു പ്രശ്നമാണേ. നമുക്ക് ഫ്രണ്ട്സ് ഒക്കെ വേണം, എന്നാലാണ് നമ്മുടെ സോഷ്യലൈസേഷനും നമുക്ക് കുറച്ച് അക്സെപ്റ്റൻസും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മൾ എന്തെങ്കിലും പ്രശ്നം ഒപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കാൻ ഒരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ അത് നമുക്കൊരു സപ്പോർട്ടാണ് അല്ലെ. ചെറുപ്പത്തിൽ ഞാൻ അങ്ങനെ ആയിരുന്നു, വെച്ചാല് ഇത്തിരി കുറുമ്പിയായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഒപ്പിക്കും, കൂടെ നിൽക്കാൻ ഫ്രണ്ട്സ് ഉണ്ടല്ലോ, ആ ഒരു ധൈര്യത്തില് നല്ല രസമാണ്. അപ്പം അങ്ങനെ ചെറുപ്പത്തിലല്ലേ കുഞ്ഞു കുട്ടിയൊക്കെ ആയിരിക്കുന്ന സമയത്താ കുറുമ്പിയായിരുന്നു. അപ്പൊ അങ്ങനെ നമ്മളുടെ പ്രശ്നത്തിനൊപ്പം നിൽക്കാനും നമ്മൾ പറയുന്ന വ്യൂസ്, ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യം ആദ്യം അക്സെപ്റ്റ് ചെയ്തത് ഞാൻ എന്റെ വീട്ടിൽ പറഞ്ഞാൽ ചിലപ്പോ ആ ഒരു കാര്യം വീട്ടുകാര് അല്ലെങ്കിൽ എന്റെ അഭിപ്രായത്തിന് വീട്ടിൽ ഫാമിലിയിൽ ചിലപ്പോൾ അക്സെപ്റ്റ് കിട്ടിയില്ലെങ്കിൽ പോലും ഞാൻ എന്റെ ഫ്രണ്ട്സിനോട് ഒരു കാര്യം പറയണേ, എന്തൊരു തീരുമാനത്തിലായാലും എന്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ഫ്രണ്ട്സ് അക്സെപ്റ്റ് ചെയ്യും, എന്റെയും കൂടെ അഭിപ്രായം അവിടെ കൺസിഡർ ചെയ്യും. അത് നമുക്കൊരു കോൺഫിഡൻസ് ആണ്. നമ്മൾ പറയുന്നവർ കേൾക്കാനായിട്ട് ഒരാളുണ്ട്, നമ്മൾ പറയുന്നവർ സപ്പോർട്ട് ചെയ്യാൻ ഒരാളുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞൊരു കാര്യം എന്റെ ഫ്രണ്ട് സപ്പോർട്ട് ചെയ്യുമ്പോൾ ഓക്കെ എനിക്ക് കോൺഫിഡൻസ് കിട്ടി, ഞാൻ പറഞ്ഞത് കറക്റ്റ് ആണ്. നമ്മൾ വിചാരിക്കില്ലേ, ഇപ്പൊ നിങ്ങൾക്കായാലും എന്നോട് ഡൗട്ട് വെക്കാനുണ്ടെങ്കിൽ ഒരാള് ചോദിച്ച് അപ്പൊ മിസ് എനിക്കും ആ ഡൗട്ട് തോന്നിട്ടോ എന്ന് പറയുമ്പോ നമുക്കൊരു കോൺഫിഡൻസ് ആണ്, എന്റെ ഒപ്പം ചോദിക്കാൻ ഒരാളും കൂടി ഉണ്ട്, ഫ്രണ്ട് ഉണ്ടെന്നുള്ള ഒരു ധൈര്യമാണ്. അപ്പൊ നമ്മളുടെ കുട്ടികളെ സോഷ്യൽ വേൾഡിലേക്ക് ഫാമിലി കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് പിയർ ഗ്രൂപ്പ്സ്. ഒരു കുട്ടിയെ സംബന്ധിച്ച് പിയർ ഗ്രൂപ്പ് റിലേഷൻഷിപ്പ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവിടെയാണ് അവൻ അക്സെപ്റ്റ് ചെയ്യുന്നത്. അവന്റെ ഫെയിലിയർ ആണെങ്കിൽ പോലും അത് അക്സെപ്റ്റ് ചെയ്യും. അടുത്ത കളിക്ക് എടുത്തോളാണോ എന്ന് പറഞ്ഞിട്ട് അവന്റെ കൂട്ടുകാരും കൂടി അവര് പോകും അല്ലെ. ഒരു ഗെയിം ഫെയിൽ ആയി കഴിഞ്ഞാൽ അടുത്ത മാച്ച് ഞങ്ങൾ വിൻ ചെയ്യും എന്ന് പറഞ്ഞ നല്ല കോൺഫിഡൻസോട് കൂടെ പോകും. ഫെയിലിയേഴ്സ് അവർ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങും അല്ലെ. ഇന്നത്തെ കുട്ടികളുടെ പ്രശ്നം എന്താ, ഒരു എക്സാം ഫെയിൽ ആയെന്ന് പറഞ്ഞിട്ട് ആത്മഹത്യ ചെയ്തു. നോർമൽ ഉണ്ടായതോ, ഞങ്ങളുടെ വീട്ടിലെ അടുത്ത് തന്നെ സംഭവിച്ച കാര്യമാണ്. ക്രിസ്മസ് ഇതേ കഴിഞ്ഞല്ലോ കേട്ടോ, ലാസ്റ്റ് ഇയർ ക്രിസ്മസ് എക്സാം കഴിഞ്ഞിട്ട് ഇംഗ്ലീഷിലെ റിസൾട്ട് വന്നു, എക്സാം റിസൾട്ട് വന്നു. 8ാം ക്ലാസ്സിൽ എന്തോ ഒരു പയ്യൻ റിസൾട്ട് ഫെയിൽ ആയി. സാർ ഇങ്ങനെ പറഞ്ഞു എന്ന്, എടാ നിന്റെ പാരന്റ്സ് വരുമ്പോ പാരന്റ്സിനെ എന്നെ ഒന്ന് കാണിക്കണം, ഞാൻ പറയാം അവരോടൊന്ന് പറഞ്ഞു. അത് കേട്ട് പേടിച്ചിട്ട് ആ ചെക്കൻ ആത്മഹത്യ ചെയ്തു. ഫെയിലിയർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല, അതൊരു പ്രശ്നമാണ്. പക്ഷെ പിയർ ഗ്രൂപ്പ്സ് റിലേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ പറയും അടുത്ത ഇതിന് കാണാം എന്ന് പറഞ്ഞു പോകും. അക്സെപ്റ്റൻസ്, അച്ചീവ്മെന്റ്, അഫെക്ഷൻ, അപ്രൂവൽ, ബിലോങ്ങിനെസ്, റെക്കഗ്നേഷൻ, എക്സ്പ്രഷൻ ഓഫ് തോട്ട് ആണ് ഒപ്പീനിയൻ. നമ്മുടെ തോട്ട്സ്, നമ്മുടെ ഒപ്പീനിയൻ കാര്യങ്ങളൊക്കെ എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു പ്ലേസ് ആണ് പിയർ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. നമുക്കൊരു അംഗീകാരം കിട്ടും, നമുക്ക് ആരെങ്കിലൊക്കെ ഉണ്ടെന്നുള്ള ഒരു ഫീലിംഗ് ഉണ്ട്. നമ്മൾ ഏതൊരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ആയാലും നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് നമ്മുടെ ഒപ്പം ഉണ്ടെന്ന് പറയുന്ന ഒരു ധൈര്യം തന്നെയാണ്. ഓക്കെ, ഇപ്പൊ എല്ലാവരും ബെസ്റ്റ് ഫ്രണ്ടിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടാവും അല്ലെ. എല്ലാവർക്കും ഉണ്ടല്ലോ ഫ്രണ്ട്, എനിക്കും ഉണ്ട് കേട്ടോ. ഒത്തിരി ദൂരെ ആണെങ്കിൽ പോലും നമ്മള് എപ്പോഴും നമ്മുടെ മൈൻഡായിട്ട് കണക്റ്റഡ് ആയിരിക്കും അവര്. അക്സെപ്റ്റൻസ്, നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഫ്രണ്ട്സ് ആയിരിക്കും. നമ്മുടെ അച്ചീവ്മെന്റ്സിനെ സപ്പോർട്ട് ചെയ്യുന്നത്, നമ്മൾ എന്തെങ്കിലും നേടിയെടുത്താൽ അവരുടെയും കൂടി ഒരു നേട്ടമായിട്ട് അവര് മനസ്സിലാക്കും. അഫെക്ഷൻ, ഒരു ബോണ്ട് നമുക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം സോഷ്യലൈസേഷന്റെ ക്വാളിറ്റീസ് തന്നെയാണ്. ഓക്കെ, പിയർ ഗ്രൂപ്പ്സ് ആരാ വായിക്കുന്നേ? ഞാൻ വായിക്കാം മിസ്. ഓക്കെ. The child is introduced to the social world outside his family. In many circumstances, the peer group satisfy different requirements of children, such as acceptance, achievements, affection, approval, belongingness, recognition,
expression of thoughts, opinion, etc. The child pick up the habits and social qualities of his companions. അതേപോലെ തന്നെ കുട്ടികള് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞില്ലേ, കുട്ടികൾ ഇപ്പൊ ഒരു കുട്ടി നല്ല ക്വാളിറ്റീസ് ഉണ്ട്, സോഷ്യൽ ക്വാളിറ്റീസ് ഉണ്ടെങ്കിൽ നമ്മളത് നമ്മളിലേക്ക് അക്സെപ്റ്റ് ചെയ്യും. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നേ, എനിക്ക് അങ്ങനെ ഒരു ക്വാളിറ്റി അവളിൽ നിന്നാണ് കിട്ടിയത്. എന്താ വെച്ചാല് അവളിപ്പോ ഒരു ചോക്ലേറ്റ് കിട്ടിയെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ അവളൊരു ചോക്ലേറ്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ ചോക്ലേറ്റ് ഞങ്ങൾ 5 ആയിട്ട് ഡിവൈഡ് ചെയ്യും, 5 പീസായിട്ട് ഈക്വലി ഡിവൈഡ് ചെയ്തിട്ട് ഞങ്ങൾ കഴിക്കും. ഒരു ചോക്ലേറ്റ് ആണെങ്കിൽ പക്ഷെ ഷെയറിംഗ് ആണ് അവിടെ പറഞ്ഞത്. എന്ത് വലിയ ചോക്ലേറ്റ് ആയാലും ചെറുതായാലും തുല്യമായിട്ട് അത് ഷെയർ ചെയ്തെടുക്കും. അവളിൽ കണ്ടിട്ടുള്ള ഒരു പ്രത്യേക ക്വാളിറ്റിയാണ്. എന്നുവെച്ചാല് മറ്റുള്ളവരോട് ഷെയർ ചെയ്യും, എല്ലാ കാര്യത്തിലും ഷെയറിങ് അവളെ കണ്ട് ഞാൻ പഠിച്ചൊരു ക്വാളിറ്റിയാണത്. ഞാൻ പണ്ട് വെള്ളം എന്റെ ബോട്ടിൽ നിന്ന് വെള്ളം ആർക്കും കൊടുക്കൂലായിരുന്നു കേട്ടോ. അതൊരു കോമഡിയാണ്. വെള്ളം കൊടുക്കണ ഇഷ്ടമല്ല, നിങ്ങളോട് എന്ന് പറയണം. അപ്പം ഇവള് ഷെയർ ചെയ്ത് കണ്ട് ഞാൻ മാറി എല്ലാവരോടും എനിക്ക് വെള്ളം കൊടുക്കും. വെള്ളം കൊടുത്തോ, കുടിച്ചോട്ടെ എന്ന് വിചാരിക്കും. എന്നുവെച്ചാൽ എന്റെ സ്കൂളിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് വീട്ടിൽ നിന്ന് ആരും വെള്ളം കൊണ്ടുവരില്ല, കൊണ്ടുവരുന്ന കുട്ടികളുടെ തന്നെ വെള്ളം കുടിക്കുന്നത്. എനിക്കാണെങ്കിൽ അത്യാവശ്യം നടന്നു വേണം സ്കൂളിലേക്ക് തിരിച്ചു പോകാനായിട്ടും. അതുകൊണ്ട് എനിക്ക് വെള്ളം കൊടുക്കാനായിട്ട് ഭയങ്കര മടിയായിരുന്നു. അപ്പൊ ഇവള് എന്നെ കൂടെ കൂടിയതിനു ശേഷം ആ ഒരു പ്രശ്നം എനിക്ക് മാറി. ഷെയറിങ് അത് നല്ലൊരു കാര്യം. കാരണം ഒരു പീസ് മിഠായിയോ അല്ലെങ്കിൽ ഒരു പീസ് എന്താവട്ടെ, ലഡു എന്തായാലും അവൾ എന്ത് കിട്ടിയാലും അത് നമുക്ക് ഷെയർ ചെയ്യും. ചിലപ്പോ അവൾക്ക് ഇവിടെ ട്യൂഷൻ ക്ലാസ്സിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ചായിരിക്കും ആ ലഡു കിട്ടുന്നത്. അവളത് ക്ലാസ്സിലേക്ക് കൊണ്ടുവന്ന് ഞങ്ങൾക്ക് അത് ഷെയർ ചെയ്ത് തന്നിട്ട് അവള് കഴിക്കുള്ളൂ. എന്താ പറയാ, അത് അവളിൽ കണ്ടിട്ടുള്ളത് നല്ലൊരു ക്വാളിറ്റിയാണ് ഞാൻ. നെക്സ്റ്റ് ആണ് റോൾ ഓഫ് ദ ടീച്ചർ. സോഷ്യലൈസേഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് കുട്ടികളെ നമ്മൾ ഗ്രൂപ്പ് ആയിട്ടുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളും കൂടുതൽ ചെയ്യിക്കാം. കുട്ടികളുടെ സോഷ്യലൈസേഷൻ കുറച്ചും കൂടി ഇംപ്രൂവ് ആവും. The teacher should arrange informal social function in which students may come closer to each other and have an opportunity to understand interest and aspiration of each other. ഞങ്ങൾ ടീച്ചർ ചെയ്യാറുണ്ട് കേട്ടോ. എന്ന് വെച്ചാല് നമ്മളിപ്പോ ഒരുമിച്ചിരിക്കുന്നവർ ചിലപ്പോ ഓരോ ഇൻട്രസ്റ്റ് ഉള്ളവരായിരിക്കും. അപ്പൊ ഞങ്ങൾ ഗ്രൂപ്പായിട്ട് തിരിക്കും. ടീച്ചർ ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ട് നമ്മള് ആ ഒരു ഗ്രൂപ്പ് സ്പിരിറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പം ഞങ്ങള് പ്ലേ ടൈമില്, ചെറുപ്പത്തിലൊക്കെ പ്ലേ ടൈമില് PT അവർ ഉണ്ടല്ലോ, ആ സമയത്ത് ഞങ്ങളുടെ ഫേവറേറ്റ്, ഞങ്ങളുടെ സ്കൂളിൽ എല്ലാവരും ഫേവറേറ്റ് ഗെയിം ആയിരുന്നു കബഡി കളിക്കും. അപ്പൊ അത് ടീച്ചർ വന്നിട്ട്, ടീച്ചർ എന്ന പേര്, ടീച്ചർ വന്നിട്ട് ഒരേപോലുള്ളവരെ ടീമാക്കില്ല. ഇപ്പൊ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്റെ ഓപ്പോസിറ്റ് ടീമിലായിരിക്കും. എന്നുവെച്ചാൽ നമ്മള് സെപ്പറേറ്റ് ടീമിലാക്കും. എന്നിട്ട് ഞങ്ങളോട് പറയും ഇനി നിങ്ങൾ കളിക്കാൻ പറയും. അപ്പൊ നമ്മള് ആ ഒരു ഗെയിമിലേക്ക് വരുമ്പോൾ ടീം സ്പിരിറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട ഒരു കാര്യമാണ്. നമ്മള് ഫെയിൽ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ടീം മെമ്പർ പോയിട്ടുണ്ടെങ്കിൽ അയാൾ എങ്ങനെയെങ്കിലും കയറ്റണം എന്നുള്ളൊരു ചിന്തയാണ്. അവിടെ ഫ്രണ്ടിൽ നിൽക്കുന്നത് നമ്മുടെ കോമ്പറ്റീറ്റർ ആണ്. എന്നുവെച്ചാല് ഫ്രണ്ട് ആണോ ഒന്നും ബെസ്റ്റ് ഫ്രണ്ട് ആണോ നോക്കുന്നില്ല, എങ്ങനെയും അവരെ ഫെയിൽ ആക്കണം. നമ്മൾ ഫസ്റ്റ് നമ്മുടെ ആളെ എന്ത് ചെയ്യണം, ടേക്ക് ചെയ്യണം, അത്രേ ഉള്ളൂ. Arrange expressions and trips to provide more opportunity for informal conversation and close contact. നമ്മൾ പറയുന്ന പോലെ ട്രിപ്പും ടൂറും കാര്യങ്ങളൊക്കെ നല്ലതാണ്. കാരണം എന്താണ്, നമുക്ക് ഒരു കാര്യം അല്ലെങ്കിൽ കുറച്ചും കൂടി നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് കുറച്ചും കൂടി എന്ത് ചെയ്യാൻ പറ്റും, കോണ്ടാക്ട് ബിൽഡ് ചെയ്യാൻ പറ്റും. ചിലപ്പോ അന്ന് വരെ സംസാരിക്കാത്ത കുട്ടികളായിരിക്കും ട്രിപ്പ് പോയി വരുമ്പോ ഫ്രണ്ട്സ് ആകുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? Organize group games and other activity to train children to take part in social activity. നമ്മൾ ഗ്രൂപ്പ് ഗെയിംസും അതർ ആക്ടിവിറ്റീസും ഗ്രൂപ്പായിട്ട് ചെയ്യുന്ന ആക്ടിവിറ്റീസും കാര്യങ്ങളും ഓർഗനൈസ് ചെയ്യാം. അതിലൂടെ കുട്ടികളുടെ സോഷ്യലൈസേഷൻ പോസിബിൾ ആക്കാം. നമ്മൾ ടീച്ചേഴ്സിന്റെ ഒരു കാര്യമാണ് മേക്ക് ഷുവർ ദാറ്റ് എ സേഫ് ആൻഡ് ഹെൽത്തി സോഷ്യൽ എൻവയോൺമെന്റ് അവർക്ക് കിട്ടുന്നുണ്ടോ എന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഉറപ്പുവരുത്തണം. ആൻഡ് ഡിസറബിൾ വാല്യൂ ഓഫ് ഫ്രീഡം, അവർക്ക് ഫ്രീഡം കൊടുക്കണം, നല്ല ക്വാളിറ്റീസ് പറഞ്ഞു കൊടുക്കണം, ഇന്റഗ്രിറ്റി, നല്ല സത്യസന്ധരായിട്ട് തന്നെ നമ്മൾ അവരെ വളർത്തിയെടുക്കണം. അതേപോലെ കമ്മ്യൂണിറ്റി ആക്ടിവിറ്റീസിൽ അവരെ ഇൻവോൾവ് ചെയ്യാം. ക്യാമ്പുകള്, അതേപോലെ തന്നെ കോമൺ മീൽസ്, സോഷ്യൽ സർവീസ്, ഓൾഡ് ഏജ് ഹോംസുകൾ വിസിറ്റ് ചെയ്യാം. അതേപോലെ പാലിയേറ്റീവ് കെയർ യൂണിറ്റ്സ് ഉണ്ടാവില്ലേ, ഓൾഡ് ഏജ് ഹോംസ് അറിയാനുള്ള പ്രായമായിട്ടുള്ള
അതുപോലെ താമസിപ്പിക്കുന്ന സ്ഥലമാണ്. ഓൾഡ് ഏജ് ഹോമുകൾ വിസിറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. പാലിയേറ്റീവ് കെയർ യൂണിറ്റ് വിസിറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പൊ ഇതൊക്കെ ഒരുമിച്ച് ചെയ്യുമ്പോൾ അവരിൽ കുറച്ചുകൂടി കുറച്ചുകൂടി സമൂഹത്തെ കുറിച്ച് കുറച്ചുകൂടി അറിയാനായിട്ട് പറ്റും. അതേപോലെ എന്താ പറയാ, ക്ലീനിങ് ആക്ടിവിറ്റീസ് ഞങ്ങളുടെ സ്കൂളിൽ മെയിൻ ആയിട്ട് ചെയ്തിരുന്ന ഒരു കാര്യമാണ്. ഒക്ടോബർ 2 ആണെങ്കിൽ മിക്ക സ്കൂളുകളും ഉണ്ടാവും കേട്ടോ, നമ്മൾ ക്ലീൻ ചെയ്യും അല്ലെ, നമ്മുടെ സ്കൂൾ ക്ലീൻ ചെയ്യും. ഇത് ഞങ്ങള് പഞ്ചായത്തായിട്ട് കോപ്പറേറ്റ് ചെയ്തിട്ട് വലിയ കുട്ടികളൊക്കെ മിക്ക പൊതുവായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ പോയി നല്ല രീതിയിൽ ക്ലീനും കാര്യങ്ങളൊക്കെ ചെയ്യും. അതൊരു നല്ല ആക്ടിവിറ്റി ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ടീച്ചേഴ്സ് പറഞ്ഞു കൊടുക്കേണ്ട സ്റ്റോറി ഗ്രേറ്റ് ആയിട്ടുള്ള പേഴ്സൺസിനെ കുറിച്ചിട്ടുള്ള സ്റ്റോറീസ് ആയിരിക്കണം. കുറച്ചുകൂടി മോറൽ അല്ലെങ്കിൽ ഹ്യൂമാനിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള നല്ല ഐക്യമുള്ള അല്ലെങ്കിൽ നല്ല എന്താണ് പറയാ നല്ല രീതിയിൽ ഓരോ കാര്യങ്ങൾ അച്ചീവ് ചെയ്തിട്ടുള്ള ഗ്രേറ്റ് പേഴ്സൺസ് ഉണ്ടല്ലോ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മദർ തെരേസ, മഹാത്മാഗാന്ധി, APJ അബ്ദുൽ കലാം, ഹെലൻ കെല്ലർ അല്ലെ, മലാല യൂസഫ്സായ്, അതേപോലുള്ള പേഴ്സൺസിന്റെ അല്ലെങ്കിൽ പിന്നെ ആരാണ് ഡോക്ടർ BR അംബേദ്കർ, അങ്ങനെയുള്ള ആൾക്കാരുടെയൊക്കെ സ്റ്റോറീസ് നമ്മൾ അവർക്ക് ഇൻസ്പിറേഷൻ സ്റ്റോറീസ് കാര്യങ്ങളും പറഞ്ഞു കൊടുക്കണം. ഓക്കെ, അന്നാരെങ്കിലും റീഡ് ചെയ്യോ റോൾ ഓഫ് ദ ടീച്ചർ? കേൾക്കുന്നുണ്ടോ? Yes, ma'am. ഓക്കെ, വിദ്യ റീഡ് The ചെയ്തോളാം. the teacher should arrange informal social functions in which students may come closer to each other and have an opportunity to understand interest and aspiration of each other. Arrange excursions and trips to provide more opportunity for informal conversations and close contact. Organize group games and other activities to train children to take part in social activities. Teachers must make sure that a safe and healthy social environment in which the children may imbibe desirable values of freedom, quality, integrity, honesty, etc. Community activities like camps, common meals, social service, etc. should be regularly arranged. Stories depicting self-sacrifices made by great men for the cause of general good may be told to children so that they are motivated to rise above petty gains and work for the betterment of humanity. ഓക്കെ, അപ്പോ ഏകദേശം മനസ്സിലായോ? ഇതിൽ ഗ്രേറ്റ് പേഴ്സൺസിനെ കുറിച്ചിട്ടുള്ള കഥകൾ പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ആരെ കുറിച്ചൊക്കെ അറിയാം കഥ അല്ലെങ്കിൽ സ്റ്റോറീസ്? ഗ്രേറ്റ് പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്തൊരു പേഴ്സൺ ഉണ്ടാവും നമ്മുടെ ലൈഫിൽ, നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തൊരു പേഴ്സൺ ഉണ്ടാവും. അതാരാണ്? ആരുമില്ല. ഓക്കെ, കുഴപ്പമില്ല. നെക്സ്റ്റ് സെമിനാർ ടോപ്പിക് ആണ് ഗ്രേറ്റ് പേഴ്സൺസിനെ കുറിച്ചിട്ടുള്ള എന്താണ് സ്റ്റോറീസ് നിങ്ങൾ പ്രസന്റ് ചെയ്യാന്നുള്ളത്. ഓക്കെ, വേഗം ഓരോരുത്തരുടെ പേര് പറയാ, സെറ്റ് ആകാം. ഓക്കെ, ഹെലൻ കെല്ലറിനെ കുറിച്ച് പറയണോ കേട്ടോ. ഹെലൻ കെല്ലറിനെ കുറിച്ച് സെമിനാർ എടുത്തിട്ടില്ലല്ലോ ഇതുവരെ? No, ma'am. ഓക്കെ, അതെന്തായാലും വേണോ കേട്ടോ. ആരാന്നറിയോ? അറിഞ്ഞൂടെ? കണ്ണ് കാണൂലെന്ന് തോന്നുന്നു. പിന്നെ എഴുത്തുകാരിയാണ്. റൈറ്ററാണ്, കണ്ണ് കാണൂല. അന്വേഷിക്കും ആരാണ് പറയണത് ഹെലൻ കെല്ലറിനെ കുറിച്ച്. സുബിക്കല്ല അറിയാത്തത് ഹെലൻ കെല്ലറിനെ? സോ മോൻ അറിയേണ്ട ഒരാളാണ്. സോ സുബിയാണ് ഹെലൻ കെല്ലറിനെ കുറിച്ചിട്ട് സെമിനാർ എടുക്കുന്നത്. ഓക്കെ, സെർച്ച് ചെയ്താൽ മതി, ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. പറഞ്ഞോ പ്രസീത. മാം, മുന്നേ പ്രസന്റ് ചെയ്തവര് അല്ലാത്തവരല്ലേ മാം ചെയ്യേണ്ടത്? അതോ അങ്ങനെ? എല്ലാവരും ചെയ്തോ, കുഴപ്പമൊന്നുമില്ല. ഓക്കെ ഓക്കെ, അപ്പൊ പേര് ഓക്കെ, ആരെ കുറിച്ച് പറയണേ സെമിനാർ? ഞാൻ അബ്ദുൽ കലാം. APJ, മൈ ഫേവറേറ്റ്. അല്ല, എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഗ്രേറ്റ് പേഴ്സൺ ആണ്. നല്ല രീതിയിൽ എടുത്തോട്ടാ. ഓക്കെ, നെക്സ്റ്റ് ആരാണ്? അംബേദ്കർ. അംബേദ്കർ. ദിവ്യ അല്ലേടാ? അതെ. ഓക്കെ, നെക്സ്റ്റ് ചിക്കു. Ma'am, Maria Montessori. ഗ്രേറ്റ്.
അല്ല മരിയ മോണ്ടിസോറി സെമിനാർ വേറെ വരുമല്ലോ. ആണോ? ആ അത് അടിപൊളി സെമിനാറാണ്. അയ്യോ. അല്ല 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 അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. അടിപൊളി എന്ന് ഉദ്ദേശിച്ച് നമുക്ക് ചാപ്റ്റർ റിലേറ്റഡ് ആയിട്ട് വളരെ ക്ലോസ്ലി ഉള്ള രീതിയിലുള്ള സെമിനാറാണ്. മാം ഹെലൻ ഗിലേരിയ എന്ന് പറഞ്ഞത് നമ്മുടെ ഒരു ആർട്ടിസ്റ്റ് അല്ലേ? അതെ അതെ. ചിക്കു വേറൊരാളെ പറഞ്ഞോടാ, മദർ തെരേസ. ഓക്കെ ആണോ? ഓക്കെ മാം, മദർ തെരേസ. ഓക്കെ. മലാല ആരാ? ജയശ്രീ ആണോ? യെസ് മിസ്. ബിൻസിയോ? ഓക്കെ. മഹാത്മാഗാന്ധി? ഓക്കെ മാം. ഓക്കെ. അപ്പൊ നിങ്ങള് നെക്സ്റ്റ് ക്ലാസ്സിൽ പ്രിപ്പയർ ചെയ്ത് വന്നോ കേട്ടോ. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ സെമിനാർ കണ്ടക്ട് ചെയ്യാം. ഓക്കെ. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ നിങ്ങൾക്ക് എടുത്തോ? എടുത്തോണ്ടിരിക്കുക മാം. റോസ്ന. ശ്രുതി മിസ് ഇപ്പൊ ഏത് ചാപ്റ്റർ എടുക്കുന്നേ? മിൽറോസ് മിസ് ആണ്. ഓക്കെ. മിൽറോസ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എടുക്കുന്നത് അല്ലെ? അപ്പൊ ലാംഗ്വേജ് ഞാനായിരിക്കും എടുക്കുന്നത്. ദെൻ നീഡ്സ് ഞാനായിരിക്കും എടുക്കുന്നത് കേട്ടോ. ഓക്കെ. ഓക്കെ മാം. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. ലാംഗ്വേജ് ഡെവലപ്മെന്റും നീഡ്സും ഞാനായിരിക്കും എടുക്കുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് പറയണം കേട്ടോ. മിൽറോസ് പറയുകയാണെങ്കിൽ. ഓക്കെ. ഓക്കെ മാം. അത് രണ്ടും കഴിഞ്ഞിട്ട് ഇൻഡിവിജ്വൽ ഡിഫറൻസും കൂടി ടൈം ഉണ്ടെങ്കിൽ ഞാൻ എടുക്കും, അല്ലെങ്കിൽ മിൽറോസ് മിസ് ആയിരിക്കും എടുക്കുന്നത് കേട്ടോ. ഓക്കെ. ടൈം ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പരീക്ഷ വരുവാണോ അതോ മിസ് ആയിരിക്കും ചേഞ്ച് ആകുവാണോ? അല്ല, ഒന്നിട്ട് പറഞ്ഞേ. മാം ഇപ്പൊ പറഞ്ഞില്ല ടൈം ഉണ്ടെങ്കിൽ മാം എടുക്കാം. അപ്പം മീൻസ് പരീക്ഷയ്ക്ക് വേണ്ടി നമുക്ക് എക്സാം അടുത്ത് വരുവാണോ അതോ? എക്സാം അടുത്ത് വരല്ലേ ഉള്ളൂ. ടേം എക്സാം ആവില്ലേ? അപ്പൊ ടേം എക്സാമിന് മുമ്പ് എന്റെ പോർഷൻ തീരാണെങ്കിൽ ലാംഗ്വേജ് നീഡ് ഇത്തിരി വലിയ ചാപ്റ്റർ ആണ്. അപ്പൊ നീഡ് കഴിയുകയാണെങ്കിൽ ഞാൻ എന്തായാലും ഇൻഡിവിജ്വൽ ഡിഫറൻസ് എടുക്കും. ബാക്കി എടുത്തിട്ടുണ്ടോ? ഏതാണ്? ഇൻഡിവിജ്വൽ ഡിഫറൻസ് റോസ് മാം എടുത്താ മാം. ഓക്കെ, എടുത്തേണ്. അപ്പൊ പിന്നെ പ്രശ്നമില്ല. ഞാൻ നീഡ്സും ലാംഗ്വേജ് ഡെവലപ്മെന്റ് എടുക്കുള്ളൂ. ഓക്കെ, ചോദിച്ചാൽ മതിയിടാ ആളോട്. അപ്പൊ ഞാൻ സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെന്റിന്റെ മോക്ക് ടെസ്റ്റ് ഇട്ടേക്കാം. ഞാൻ മറന്നു പോകും, ഇപ്പൊ തന്നെ ഇട്ടേക്കാം. ഓക്കെ, 1 മിനിറ്റ്. അല്ലെങ്കിൽ ഞാൻ ഇവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ മോക്ക് ടെസ്റ്റിന്റെ കാര്യം മറന്നു പോകും. ഏത് മാസം ഉണ്ടാവുക ടൈം എക്സാം? നിങ്ങൾ ഏത് മന്തായിരുന്നു ജോയിൻ ചെയ്തത്? ജൂലൈ ഓഗസ്റ്റ് ഫസ്റ്റില് ക്ലാസ് തുടങ്ങി. ഓഗസ്റ്റ് ഫസ്റ്റ്. ഒരു 6 മാസം കൂട്ടി. ഫെബ്രുവരി വരും. ഫെബ്രുവരി ഫസ്റ്റ് വീക്ക് അതോ ജാനുവരി ലാസ്റ്റ്? ഫെബ്രുവരി ഫസ്റ്റ് വീക്ക്, ജാനുവരി ലാസ്റ്റ് വീക്കോ? മീൻസ് ജാനുവരി ആകുമ്പോഴത്തേക്ക് 6-ാം മാസം കംപ്ലീറ്റ് ആകും. 6 months. ഓക്കെ ഓക്കെ, ഞാൻ നോക്കട്ടെ കേട്ടോ. ജാനുവരി ലാസ്റ്റ് ആണ് പറഞ്ഞത്. ജാനുവരി ഫെബ്രുവരിയിലേക്ക് ആവുമായിരിക്കും. എല്ലാവരും മോക്ക് ടെസ്റ്റ് ഒക്കെ നന്നായിട്ട് നോക്കുന്നില്ലേ? ഓക്കെ മാം, നമുക്ക് റിവിഷൻ ഉണ്ടാവില്ലേ മോക്ക് ടെസ്റ്റ് വരുമ്പോൾ? സമയം മുമ്പായിട്ടാണോ റിവിഷൻ തിരിച്ചാൽ? അതെ, നമുക്ക് ടേം എക്സാമിനൊക്കെ റിവിഷൻ പറ്റാണെങ്കിൽ ചെയ്യാടോ. ടൈമാണ് പ്രശ്നം. ഞാൻ പറഞ്ഞില്ലേ, എക്സാമിന്റെ ടൈം ഉണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ എക്സാം ഡേറ്റ് കൊടുത്തതിന് ശേഷം ഒരു 2 ആഴ്ചയെങ്കിലും നമുക്ക് സ്റ്റഡി ലീവ് അല്ല, പഠിക്കാനുള്ള ടൈം ഉണ്ടാവും. ആ ടൈമിൽ നമുക്ക് റിവിഷൻ ചെയ്യാം. എന്തായാലും ക്ലാസ് ആയിരിക്കും ആ സമയത്ത് പോകുന്നത്. ആ ടൈമിൽ റിവിഷൻ ചെയ്യാം കേട്ടോ. ഓക്കെ മാം. പിന്നെ ബാക്കിയുള്ള ഫ്രെയിമിന്റെ എപ്പോഴാ വെക്കണ്ടേ? അപ്പോഴത്തേക്കും റെഡിയാക്കാൻ പറ്റും. ടൈം ഓരോ വീക്കായിട്ട് സബ്മിറ്റ് ചെയ്യാനല്ലേ പറഞ്ഞു? ഓക്കെ, അങ്ങനെ ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് വീക്ക് എന്ന് പറയുമ്പോൾ
നെക്സ്റ്റ് വെനസ്ഡേ 7th January. അടുത്ത വർഷം ആദ്യം തന്നെ ഒരു ചെയ്തോ. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രെയിം ചെയ്യാട്ടോ. ഇന്നത്തെ തന്നെ ചെയ്യണമെന്നില്ല. ഇപ്പൊ ഒരാള് വെൽക്രോ ആണ് കാണിക്കണമെങ്കിൽ മറ്റൊരാൾക്ക് ബെൽറ്റ് കാണിക്കാം, അങ്ങനെ. അല്ലെങ്കിൽ എല്ലാവരും ഒരേപോലെയാണ് ചെയ്യുന്നത്. എല്ലാവരുടെയും എല്ലാ മെറ്റീരിയൽസും ആവണമെന്നില്ലല്ലോ. എന്തോ അവൈലബിൾ ഉള്ള അവരുടെ ഏരിയയിൽ എന്തോ അവൈലബിൾ അതിനനുസരിച്ച് അത് ചെയ്താൽ മതി. ഓക്കെ, ഡിഗ്രി ചെയ്ത് കംപ്ലീറ്റ് ആക്കാന്നുള്ളൂ കേട്ടോ. അപ്പോ ഇത് മാം നമുക്ക് ഈ 6 മാസം കഴിഞ്ഞിട്ടുള്ള പരീക്ഷയ്ക്ക് വൈവ എന്തെങ്കിലും വരുമ്പോൾ കാണിക്കണോ? അതോ ലാസ്റ്റ് വരുമ്പോഴേ വൈവ കാണിക്കും. വൈവ ഉണ്ടാവുള്ളൂ കേട്ടോ, ലാസ്റ്റ് ഉണ്ടാവുള്ളൂ. ഓക്കെ മാം ഈ 6 മാസം കഴിഞ്ഞിട്ടുള്ള പരീക്ഷ നമ്മളുടെ മീൻസ് എക്സാംസിലൊക്കെ വരുമല്ലോ, നമുക്ക് ഈ മാർക്കും കൂടെ ആഡ് ചെയ്യാൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതോ ഇത് ജസ്റ്റ് ഒരു മോഡൽ ടെസ്റ്റ് വരും? മോഡൽ ടെസ്റ്റ് പക്ഷെ നിങ്ങൾ മെയിൻ എക്സാം ഒരു 7 എക്സാം അടുപ്പിച്ച് എഴുതാനുണ്ട്. അതിനു മുമ്പ് ജസ്റ്റ് ഒരു 2 എക്സാം മോഡൽ എക്സാം പോലെ ചെയ്യണമെന്നുള്ളൂ. ഇംഗ്ലീഷ് പ്ലസ് പാർട്ട് 1 and 2 ഒരു 10 മാർക്ക് ഇംഗ്ലീഷിൽ നിന്നും, പാർട്ട് 1 നിന്നും 2 നിന്നും ഒരു 40 മാർക്ക്, അങ്ങനെ 50 മാർക്കിന്റെ എക്സാം ആണ്. ഓക്കെ, അത് ടൈം 1 പിന്നെ ടൈം 2, അത് കഴിഞ്ഞിട്ട് മെയിൻ എക്സാംസ് ഇങ്ങനെ വരും. ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറയാം. ഓക്കെ, അപ്പൊ താങ്ക് യു ഓൾ. സൈൻ ഔട്ട് ആരാ പറയുന്നേ? സൈൻ ഔട്ട് പറഞ്ഞു സുബി. ഇന്നത്തെ ക്ലാസ് എടുത്ത് മാമിന് വളരെ നന്ദി. ആൻഡ് മോസ്റ്റ് വെൽക്കം. മാം പറഞ്ഞ പോലെ 7th നമ്മൾ സബ്മിറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യാം. ആൻഡ് ഹാപ്പി ന്യൂ ഇയർ മാം ഇൻ അഡ്വാൻസ്. അടുത്ത വർഷം കാണാം എല്ലാവരെയും. ഹാപ്പി ന്യൂ ഇയർ. Happy New Year.